ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SBFC ഫിനാൻസ് എന്ന് പറയുന്ന സെക്യൂർഡ് MSME ലെൻഡറിനെ കുറിച്ചാണ്. MSME എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, അതായത് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് അധികം ബാങ്കുകളൊന്നും ലോൺ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മുടെ SBFC ടാർഗറ്റ് ചെയ്യുന്നത്. ഇവർ മെയിനായിട്ടും ടയർ 2, ടയർ 3 സിറ്റീസിലാണ് ഉള്ളത്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ സെക്യൂർഡ് ആയിട്ടുള്ള ലെൻഡിങ് ആണ്. അതായത് ഇപ്പം വീടിൻ്റെ ആധാരം വയ്ക്കുക, അല്ലെങ്കിൽ വല്ല ഗോൾഡ് ലോൺ, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ആ ഒരു ആധാരം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈട് വാങ്ങിയിട്ട് മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ, ഇവർ ലോൺ കൊടുക്കുള്ളൂ. അപ്പം സെക്യൂർഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു NBFC ആണ് നമ്മുടെ SBFC ഫിനാൻസ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ CEO അതുപോലെ തന്നെ co-founder അസീം ധ്രുവ് എന്ന് പറയുന്ന ആളാണ്. പുള്ളി ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേ HDFC ബാങ്കിൽ 20 വർഷത്തോളം ബിസിനസ് ബാങ്കിങ് ഹെഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്പനി റൺ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ റിസൾട്ട്സ് എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് കൊണ്ടുവരികയാണ് കമ്പനി. അവരെന്താണോ ഗൈഡ് ചെയ്യുന്നത്, അവർ ഗൈഡൻസിൽ എന്താണോ പറയുന്നത്, അത് കറക്റ്റായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുറച്ച് കാലമായിട്ട്, ഈ 2 വർഷമായിട്ട് നമ്മുടെ ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിലൊക്കെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രശ്നമാണ്. ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എടുത്തേക്കുന്ന ലോണുകളൊന്നും കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ബാങ്കിങ് സെക്ടേഴ്സിലുള്ള എല്ലാ കമ്പനികൾക്കും, എല്ലാ കമ്പനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം കമ്പനികൾക്കും അവരുടെ കണ്ടീഷൻ വളരെ പരിതാപകരമാണ് അല്ലേ. പ്രൊവിഷൻസ് ആണ്. അതുപോലെ തന്നെ അവരുടെ നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. ഈ ഇടയായിട്ട് എന്ത് സംഭവിച്ചു, ചെറിയ രീതിയിലുള്ള റിവൈവൽ സിംറ്റംസ് ഈ പറയുന്ന ബാങ്കിങ് മേഖല കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ SBFC എന്ന് പറയുന്ന ഈ കമ്പനി ഇത്രയും കാലമായിട്ട്, അതായത് 2 വർഷമായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവരെന്താണോ പറയുന്നത് അവർ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഇന്നലെയായിരുന്നു അവരുടെ Q1 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ റിസൾട്ട്സും അടിപൊളി. ഇന്നലത്തെ റിസൾട്ടിൽ അവർ കൊണ്ടുവന്നേക്കുന്ന AUM ഗ്രോത്ത് വന്നിട്ട് 30% ഇയർ ഓൺ ഇയർ. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7%. അവർ ഗൈഡൻസ് ആയിട്ട് തന്നിരിക്കുന്നത് 5 to 7% ആണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ. അപ്പോൾ എന്താണോ അവർ പറഞ്ഞേക്കുന്നത് അത് തന്നെ അവർ ഇന്നലത്തെ റിസൾട്ടിലും ചെയ്ത് കാണിച്ചു. പിന്നെ ഇന്നലത്തെ റിസൾട്ടിൽ ഈൽഡ് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പ്രെഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ഈൽഡും സ്പ്രെഡും ഒക്കെ ഈ പ്രാവശ്യം കൂടിയിട്ടുണ്ട്. സ്പ്രെഡ് കൂട്ടാനുള്ള കാരണം അവർ ഇന്നലത്തെ കോൺകോളിൽ പറയുന്നുണ്ടായിരുന്നു. അതിലവർ പറഞ്ഞേക്കുന്നത് അവരുടെ ഗോൾഡ് സെഗ്മെൻറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ മാക്സിമം എല്ലാ അവരുടെ ഔട്ട്ലെറ്റിലും ഈ ഗോൾഡ് സെഗ്മെൻറ്റിന് കൂടുതൽ പുഷ് കൊടുക്കുന്നുണ്ട്, കൂടുതലായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ ഈൽഡ് കൂടുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ അവരുടെ സ്പ്രെഡും ഈൽഡും കൺസിസ്റ്റൻ്റ് ആയിട്ട് പുരോഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 28.1% ഇയർ ഓൺ ഇയർ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6.9% ചെറിയൊരു ഇൻക്രിമെൻറ്റ്. ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല. ഈ ഒരു സെക്ടർ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലൊക്കെ റിക്കവറി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം MSME മേഖലയിലുള്ള ആ ഒരു ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, അതാണ് കാര്യം കേട്ടോ. ആൾക്കാരുടെ കയ്യിൽ എന്തില്ല, പൈസ ഇല്ല. അപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഈ EMI തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. കളക്ഷൻ എഫിഷ്യൻസി കുറഞ്ഞു, അതുകൊണ്ട് തന്നെ പ്രൊവിഷൻസ് ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ് ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ക്രെഡിറ്റ് കോസ്റ്റ് ആണെങ്കിലും ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഒരു പൊടിക്ക് അങ്ങോട്ട് അതെന്തായാലും ഉണ്ടാവുമല്ലോ. ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എക്സാക്റ്റ് ആയിട്ട് കിട്ടില്ല അല്ലേ. ചെറിയൊരു 0.0, 0.1, 0.2% ഒക്കെ മുകളിലോട്ടും താഴോട്ടൊക്കെ അങ്ങോട്ട് മാറിയിരിക്കും. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവമില്ല. എന്താണോ ഗൈഡൻസിൽ പറഞ്ഞേക്കുന്നത് ആ ഗൈഡൻസിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്തിൽ വന്നിട്ടുള്ളൂ, ഇന്നലെ വന്ന റിസൾട്ടിൽ വന്നിട്ടുള്ളൂ. നല്ല രീതിയിലുള്ള പെർഫോമൻസ് കമ്പനി ഈ പ്രാവശ്യം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിനെക്കുറിച്ച് അവർ കോൺകോളിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ടറിൽ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് അല്ലേ. ഏതൊരു ഫിനാൻഷ്യൽ സെക്ടർ എടുത്തു കഴിഞ്ഞാലും MSME മേഖലയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്ന ഫേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഗ്യപത്രം എന്നോണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കർണാടകയിലൊക്കെ ആ ഒരു ഓർഡിനൻസ് വന്നത് കാരണമുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്,
പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ അവർ ആ ഒരു ലോൺ ഡിസ്പേഴ്സ്മെൻറ്റിൻ്റെ അളവ് കുറച്ചു. അതേപോലെ തന്നെ പ്രശ്നം കുറവുള്ള സ്ഥലത്ത് അല്ലേ, നല്ല സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ലോണുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തുള്ള കുറവ് ഇവർ മറ്റേ സ്ഥലത്ത് നികത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് വഴി ഇവർ എന്ത് ചെയ്യാണ്, ഈ പ്രശ്നത്തിന് ടാക്കിൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ മെയിനായിട്ട് ഇവർ പ്രശ്നം പറയുന്നത് ചെറിയ ടിക്കറ്റ് സൈസ്, അതായത് 10 ലക്ഷത്തിൻ്റെ താഴെയുള്ള ലോണുകൾ അല്ലേ, അത് ചെറിയ പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ അധികം പൈസ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ് ഇവർ എന്ത് ചെയ്യുന്നത്, 10 ലക്ഷത്തിൻ്റെ താഴെയുള്ള ലോണുകൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ലോണുകളിലാണ് ഈ ഒരു റീപേയ്മെൻറ്റിന് പ്രശ്നം വരുന്നത്. അതിപ്പോൾ മൊത്തം ഫിനാൻഷ്യൽ സെക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ 10 ലക്ഷത്തിന് താഴെയുള്ള ആ ഒരു ലോണുകളാണ് കൂടുതലും മുടങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് പ്രൊവിഷൻസ് ഒക്കെ കൂട്ടേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു ടിക്കറ്റ് സൈസിലുള്ള ലോണുകൾ ഇവർ ശ്രദ്ധിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത്രയും കിട്ടുമെന്ന് ഉറപ്പുള്ള അത്യാവശ്യം സിബിൽ സ്കോർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നോക്കിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോൺ അതായത് 10 ലക്ഷത്തിൻ്റെ താഴെയുള്ള ലോൺ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ റിസ്ക് അവർ പരമാവധി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ലക്ഷത്തിൻ്റെ മുകളിലുള്ള ലോൺ എന്ന് പറയുമ്പം അത്യാവശ്യം അത് തിരിച്ചടയ്ക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ കൊടുക്കുള്ളൂ. അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. 50 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ലോൺ ആണെങ്കിലും അതും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് തിരിച്ച്. ഈ ഒരു സെഗ്മെൻറ്റ് അതായത് 10 ലക്ഷത്തിൻ്റെ ചൂടുള്ള ആ ഒരു സെഗ്മെൻറ്റിലാണ് പ്രശ്നമുള്ളതെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ പ്രശ്നം എത്ര കാലം എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അതിലവർ പറയുന്നത് ഈ വർഷം അവസാനം വരെ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവരുടെ ബോറോയിങ് കോസ്റ്റ് ആണെങ്കിലും ഈ പ്രൈസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പിയേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് അവർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗൈഡൻസ് കുറയ്ക്കുകയാണ് ചെയ്തത്. അവരുടെ ROE ആണെങ്കിലും താഴോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ SBFC നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അവരുടെ ROE 13% മുകളിലായിട്ടാണ് വന്നത്. ഓരോ ക്വാർട്ടറും നിങ്ങളെടുത്ത് നോക്കിയോ, ROEയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഇത് ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.